പലർക്കുമുള്ള ആഗ്രഹമാണ് വെജിറ്റേറിയൻ ആകുക എന്നുള്ളത്. പക്ഷെ നമ്മൾക്കത് സാധിക്കാറില്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ നോൺ വെജ് ഫുഡിനോട് ഭയങ്കര അട്രാക്റ്റഡ് ആണ്. നല്ല പൊരിച്ച കോഴി, നല്ല ചുമന്ന മീൻകറിയുടെ മണം, നല്ല ബീഫ് ഫ്രൈ കണ്ടാൽ നമ്മുടെ വായിൽ വെള്ളം മൂറും. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് വെജിറ്റബിൾ ഐറ്റം കൊണ്ട് എന്തുകൊണ്ടൊരു നോൺ വെജ് പോലത്തെ ഡിഷ് ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ ഒരു ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ ഫ്രൈ ആണ്. ഇത് സോയാബീൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി 4 കഷ്ണങ്ങളായി മുറിച്ചത്. ഏകദേശം ഇത് 300 ഗ്രാം വരും. ഇത് 4 സവാള നീളത്തിൽ അരിഞ്ഞത്. ഇത് 2 തക്കാളി അരിഞ്ഞത്. കടുക്, മീറ്റ് മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മല്ലിയില, കറിവേപ്പില, ഉപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വെളിച്ചെണ്ണ. ആദ്യം നമ്മൾ ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുന്നു. ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. ഏകദേശം ഒരു 6 സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകിടാം. ഇനി നമുക്ക് ഇഞ്ചി ഇടാം. ഇത് ഏകദേശം 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ്. ഇഞ്ചി നന്നായിട്ട് വഴന്നതിന് ശേഷമാണ് നമ്മൾ വെളുത്തുള്ളി ഇടുന്നത്. ഇത് ഏകദേശം 12 വെളുത്തുള്ളി നടുവേ പിളർന്നതാണ്. ഇതെടുക്കുകയാണ് നമ്മൾ. വെളുത്തുള്ളി നന്നായി വഴന്നതിന് ശേഷം നമ്മൾക്ക് പച്ചമുളക് ഇടാം. ഏകദേശം ഒരു 6 പച്ചമുളകുണ്ട്. അടുത്ത് നമുക്ക് 2 ഇതൾ കറിവേപ്പില ഇടാം. കറിവേപ്പില ഒന്ന് നന്നായി വാടട്ടെ. നമ്മൾക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ പകുതി സവാള ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ സോയാബീന് വേണ്ട ഉപ്പും കൂടി നമ്മൾ ഇപ്പം ആഡ് ചെയ്യുകയാണ്. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്തു. നന്നായി വഴലട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. രണ്ട് തക്കാളി ഉണ്ട്, അത് നമ്മൾ ആഡ് ചെയ്തു. നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്കതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഏകദേശം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മുളക് പൊടി ഓരോരുത്തരുടെയും എരിവ് അനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി മല്ലിപ്പൊടി. ഇത് ഏകദേശം 50 ഗ്രാം മല്ലിപ്പൊടി ഉണ്ട്. നമ്മൾക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മീറ്റ് മസാലയാണ്. ഇത് ഏകദേശം ഒരു 50 ഗ്രാം വരും. നമ്മൾക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ മസാലകളെല്ലാം ഒന്ന് പുരളാൻ വേണ്ടിയിട്ട്. ഇനി മസാലകളെല്ലാം നമുക്ക്
ആ പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. മല്ലിയില ഒന്ന് കൂടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സോയാബീൻ ആഡ് ചെയ്യാം. സോയാബീൻ ആഡ് ചെയ്തു. നമ്മൾക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെക്കുക. നമ്മൾ സോയാബീൻ കുതിർക്കുന്നതുകൊണ്ട് അതിനകത്ത് വെള്ളമുണ്ടാവും. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് പരളും. ഇത് ഏകദേശം 15 to 20 minutes ഫ്രൈ ചെയ്യണം. മസാലകളെല്ലാം സോയാബീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് പയ്യെ മൂടി തുറക്കാം. ഇനി ഇത് മൂടേണ്ട കാര്യമില്ല. കണ്ടോ, സോയാബീൻ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ കിടന്നത് നന്നായിട്ട് വേവും. ഒരു 15 മിനിറ്റ്സ് ഫ്രൈ ചെയ്യണം. ഇത് ഏകദേശം പകുതി വഴന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തേക്ക് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. ഇങ്ങനെ സവാള ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സവാള ഒത്തിരി വഴന്നു പോവുകയില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ആഡ് ചെയ്യുന്നത് ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന 3 ഇതള് കറിവേപ്പില നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ ഇത് വഴരണം. നോക്കൂ, ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ബീഫ് ഫ്രൈയുടെ മണവും കളറുമുള്ള സോയാബീൻ ഫ്രൈ റെഡിയായി. ഇതാ നമ്മുടെ ബീഫ് ഫ്രൈ പോലെയുള്ള സോയാബീൻ ഫ്രൈ റെഡിയായി. ഉടനെ അടുത്ത ഡിഷുമായി വീണ്ടും കാണാം. ബൈ ബൈ.